പാരീസിലെ ക്രിസ്മസ് മാർക്കറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ക്രിസ്മസ് മാർക്കറ്റാണ്. ഒന്ന് ഐഫിൽ ടവറിന്റെ താഴെയുള്ള അതിനടുത്തുള്ള ക്രിസ്മസ് മാർക്കറ്റും, പിന്നെ ഒരെണ്ണം നമ്മുടെ നോത്രദാം ചർച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരെണ്ണം. ഇത് രണ്ടും രാത്രിയാകുമ്പം നല്ല ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. ഇതിൽ ഈ നോത്രഡാമിന്റെ അടുത്തുള്ള ഈ ക്രിസ്മസ് മാർക്കറ്റിൽ ഈ ഒരു കെറോസിൽ ഫ്രീ ആണ്. കിഡ്സിനും വലിയ ആൾക്കാർക്കും ഒക്കെ ഇതിൽ കയറാം. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളിയായിരിക്കും. ഇത് എല്ലാ ക്രിസ്മസിനും ഇത് ഫ്രീ ആയിരിക്കും ഇവിടെയുള്ള ഈ ഒരു കെറോസിൽ. നമ്മൾ ആക്ച്വലി നോത്രഡാം ചർച്ച് വിസിറ്റ് ചെയ്യാൻ വന്നതായിരുന്നു. ഇവിടെ ചർച്ചിനുള്ളിൽ ഫ്രീ ആയിട്ട് നമുക്കിപ്പം വിസിറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവരും അലൗഡാണ് അതിനകത്ത്. അതിൻ്റെ മേളിൽ പോകുന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഏറ്റവും മേളിലുള്ള ഇതിൽ കയറണം എന്നുണ്ടെങ്കിൽ. പക്ഷെ ചർച്ചിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ ചർച്ച് കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നത്. പിന്നെ നമ്മൾ പോയത് നേരെ നമ്മുടെ ഐഫിൽ ടവറിൻ്റെ അങ്ങോട്ടാണ്. അതിൻ്റെ താഴെയും ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടെ നമ്മൾ വിസിറ്റ് ചെയ്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ഈ ഐഫിൽ ടവറിൻ്റെ അവിടെയുള്ള ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു. എല്ലാ ഫുഡ് ഐറ്റത്തിനാണെങ്കിലും ഭയങ്കര ചാർജ് ആയിരുന്നു. ബാക്കിയുള്ള ക്രിസ്മസ് മാർക്കറ്റുകളിൽ ആ ഒരു 2-3 യൂറോ ഇവിടെ ഉള്ളതിനേക്കാളും കുറവാണ്. ഇവിടെ അത്യാവശ്യം നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. Et des matrioshkas, c'est combien? C'est de la matière. À matière. Estamos ahí. ഇത് ടെഡി ബിയറിന്റെ അവിടെ. Plus vers le Costa. Sì, non ti alleno prima.
നല്ല അടിപൊളി ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു. ഇവിടെ പാട്ടൊക്കെ ഇട്ട് എല്ലാവരും ഭയങ്കര ഇവിടെ കടകളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിലും നല്ല ഡാൻസ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഫുഡൊക്കെ സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല വൈബുള്ള ഒരു ക്രിസ്മസ് മാർക്കറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ പോയതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റ് ഇത് തന്നെയായിരുന്നു. നമ്മൾ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു സാൻഡ്വിച്ച് കിട്ടുന്നതാണ്, ചിക്കൻ ബീഫ് അങ്ങനെയുള്ള എല്ലാ ഐറ്റം തന്നെയും, സാലഡും അല്ലാതെ റൈസും ഉണ്ട് അവർക്ക് ഇതുപോലെ പാക്കറ്റിലാക്കിയിട്ട്. നമ്മളൊരു സാലഡാണ് എടുത്തത് ഇവിടുന്ന്. കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റുള്ള വേറെ ആവറേജ് ടേസ്റ്റുള്ള. നൈറ്റ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കുമായി. നൈറ്റ് ആകുമ്പോഴാണ് ഇത് ഏറ്റവും ഭംഗി കാണാനായിട്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നിറയെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു.